എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 +2 സേ ഓർ ഇംപ്രൂവ്മെൻ്റ് എക്സാം 2025 രജിസ്ട്രേഷൻ എപ്പോഴാണ്? പരീക്ഷ ജൂണിൽ നടക്കും. പ്രാക്ടിക്കൽ പരീക്ഷ ഇന്ന് നടക്കും. എത്ര വിഷയങ്ങൾ സപ്ലിമെൻ്ററി ഓർ ഇംപ്രൂവ്മെൻ്റ് ചെയ്യാം, ആർക്കൊക്കെ പരീക്ഷ എഴുതാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥിനികളുടെ മുഴുവൻ സംശയത്തിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു വാട്സപ്പ് ചാനലും കൂടി ഉണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. +1 +2 മെയിൻ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്നായിരിക്കും നടക്കുക, രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും എന്നുള്ളതും, പരീക്ഷ ജൂണിൽ നടക്കും എന്തായാലും. പ്രാക്ടിക്കൽ പരീക്ഷ ഇന്ന്, എത്ര വിഷയങ്ങൾ എഴുതാം, ആർക്കൊക്കെ പരീക്ഷ എഴുതാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആദ്യം +1 കാര്യം എടുക്കുമ്പോൾ, സാധാരണ വർഷങ്ങളിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ സാധാരണ പരീക്ഷ കഴിഞ്ഞാൽ ഒരു മാസത്തിനകം തന്നെ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ വിളിക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം നിങ്ങൾക്ക് ഈ +1 സപ്ലി വന്നു കഴിഞ്ഞാൽ, +1 ഏതെങ്കിലും ഒരു വിഷയത്തിന് സപ്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ +2 മെയിൻ എക്സാമിനൊപ്പം മാത്രമേ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നിങ്ങളുടെ ഒരു നവംബർ മാസത്തിലായിരിക്കും, സെപ്റ്റംബർ ഓർ ഒക്ടോബർ മാസത്തിലായിരിക്കും ഈ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ. പ്രാക്ടിക്കൽ പരീക്ഷയും അതോടൊപ്പം തന്നെ നടക്കും. എത്ര വിഷയങ്ങൾ എഴുതാൻ സാധിക്കും? സപ്ലിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷയമാണോ സപ്ലി വന്നത്, 1 വിഷയം മുതൽ 6 വിഷയം വരെ എത്ര വിഷയം സപ്ലി വന്നിട്ടുണ്ടോ ആ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് +1 സപ്ലിമെൻ്ററി പരീക്ഷയിൽ എഴുതാൻ സാധിക്കും. അതിന് ലിമിറ്റില്ല. സപ്ലി ഉള്ളവർക്ക് എത്ര വേണമെങ്കിലും എഴുതാൻ സാധിക്കും. എന്നാൽ ഇംപ്രൂവ്മെൻ്റ് ചെയ്യുന്നവർക്ക് പറയാൻ പറ്റുമതാണ്. അത് സപ്ലി ഉള്ളവർക്ക് എത്ര വിഷയമാണ് എഴുതാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വിഷയങ്ങളല്ല, എത്ര വിഷയങ്ങളല്ല, മിനിമം 3 വിഷയങ്ങളാണ് +1 വിദ്യാർത്ഥികൾക്ക് സപ്ലി ഓർ ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പഠനം നടത്തുന്നത് 6 വിഷയമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്, എത്ര വിഷയം വേണമെങ്കിലും എഴുതാം, അതങ്ങ് മായ്ച്ച് കളഞ്ഞേക്ക്. എത്ര വിഷയം എഴുതാൻ പറ്റില്ല, മിനിമം 3 വിഷയമാണ് നിങ്ങൾക്ക് +1 സപ്ലിമെൻ്ററി ഓർ ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുക. മിനിമം 3 വിഷയങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എഴുതാൻ സാധിക്കുക. അപ്പോൾ എത്ര വിഷയം എഴുതാന്നുള്ള ചോദ്യത്തിന് 3 വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പ്രാക്ടിക്കൽ എക്സാം എപ്പോഴായിരിക്കും? പ്രാക്ടിക്കൽ എക്സാം ജനുവരി ആയിരിക്കും നടത്തുക. ആർക്കൊക്കെ എക്സാം എഴുതാൻ വയ്ക്കാം? ഈ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥി +1 മെയിൻ എക്സാം എഴുതുന്ന വിദ്യാർത്ഥിയാണ്. ഈ 2025 +1 മെയിൻ എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് 2026 +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി +2 കാര്യം എടുക്കുകയാണെങ്കിൽ, +2 സപ്ലിമെൻ്ററി ഓർ ഇംപ്രൂവ്മെൻ്റ് എക്സാം രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും? മെയിലായിരിക്കും +2 പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് വന്ന് ഏതാണ്ട് ഒരാഴ്ചക്കകം തന്നെ, +2 മെയിൻ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഒരാഴ്ചക്കകം തന്നെ സപ്ലിമെൻ്ററി ഓർ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും. പരീക്ഷ ജൂൺ മാസം തന്നെ നടക്കും. പ്രാക്ടിക്കൽ പരീക്ഷയും ഒരു ഏപ്രിൽ മെയ് മാസം തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയും നടത്തും. അതുപോലെ തന്നെ എത്ര വിഷയങ്ങൾ എഴുതാൻ വയ്ക്കുന്നുണ്ട്? +2 സപ്ലിക്ക് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ എത്ര വിഷയം വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് എത്ര വിഷയം സപ്ലി ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2 എഴുതാം. +2 നിങ്ങൾക്ക് എത്ര വിഷയം സപ്ലി വന്നാലും അതെല്ലാം നിങ്ങൾക്ക് എഴുതാം. എന്നാൽ എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികൾക്ക്, +2 മെയിൻ എക്സാം റിസൾട്ട് വന്നു, എല്ലാ വിഷയത്തിനും പാസ്സായ വിദ്യാർത്ഥിക്ക് 1 വിഷയം മാത്രം ഇമ്പ്രൂവ് ചെയ്യാൻ അവസരമുണ്ട്. എല്ലാ വിഷയങ്ങളും പാസ്സായ വിദ്യാർത്ഥിക്ക് 1 വിഷയം ഇമ്പ്രൂവ് ചെയ്യാം. എല്ലാ വിഷയങ്ങളും പാസ്സായ വിദ്യാർത്ഥിക്ക് മിനിമം എല്ലാ പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാക്സിമം 1 വിഷയം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കി വിഷയങ്ങളൊന്നും എഴുതാൻ സാധിക്കുന്നതല്ല. സപ്ലി ഉണ്ടെങ്കിൽ എത്ര വിഷയം വേണമെങ്കിലും എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ആർക്കൊക്കെ പരീക്ഷ എഴുതാമെന്ന ചോദ്യത്തിന് +2 പബ്ലിക് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്ക് മാത്രം, +2 പബ്ലിക് എക്സാമിന് രജിസ്ട്രേഷൻ നടത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും +2 സേ ഓർ ഇംപ്രൂവ്മെൻ്റ് എക്സാം 2025 രജിസ്റ്റർ ചെയ്യാം.
തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി അനുസരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.